വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ ഇറാന്റെ ആക്രമണത്തിൽ കുവൈറ്റിലെ വൈദ്യുതി ഉൽപാദന ജലശുദ്ധീകരണ പ്ലാന്റിന് കേടുപാടുകൾ. കുവൈറ്റ് വൈദ്യുതി ജല പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം ഇക്കാര്യം സ്ഥിരീകരിച്ചു. ആക്രമണത്തെ തുടർന്ന് പ്ലാന്റിൽ വലിയ തീപിടുത്തമുണ്ടാവുകയും അത് വൈദ്യുത ഉൽപാദന യൂണിറ്റുകളെ ബാധിക്കുകയും ചെയ്തുവെന്ന് കുവൈറ്റ് അറിയിച്ചു. മേഖലയിൽ സംഘർഷം കടുക്കുന്നതിനിടെ ഇന്ന് ബഹറിന് നേരെയും ഇറാന്റെ ഭാഗത്ത് നിന്ന് വ്യോമാക്രമണ ശ്രമങ്ങളുണ്ടായി. അത് പ്രതിരോധിച്ചുവെന്നും തങ്ങളുടെ വ്യോമാക്രമണ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാത്തിനും ഫലപ്രദമാണ് എന്നും ബഹറിൻ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. പക്ഷേ അപ്പോഴും ജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകുന്നുണ്ട്. അവരുടെ മൊബൈൽ ഫോണുകളിൽ ഇപ്പോഴും അലേർട്ടുകൾ ലഭിക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. മനു ഭരത് ചേരുന്നു. മനു, 6ാം ദിവസവും അമേരിക്ക ഇറാനെ ആക്രമിച്ചിരുന്നു. ഇറാന്റെ ജനവാസ മേഖലകൾ അടക്കമാണ് ആക്രമണം ഉണ്ടായത്. മരണസംഖ്യ 30 കടന്നു എന്നുള്ള വിവരങ്ങളൊക്കെ രാവിലെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ കുവൈറ്റ് അമേരിക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗൾഫിലെ രാജ്യങ്ങളിലുടനീളം ആക്രമണം അഴിച്ചുവിടുകയാണോ ഇറാൻ? ഇതൊരു പ്രത്യാക്രമണം എന്നാണ് ഇറാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. തങ്ങളുടെ ഇറാൻ ഷെയർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾക്കൊരു മറുപടിയായാണ് ഈ ബഹ്റിനിലും ജോർദാനിലും കുവൈറ്റിലുമൊക്കെ ആക്രമണം എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. അത് കൂടുതൽ ശക്തമായി തുടരും എന്ന് തന്നെയാണ് റവല്യൂഷണറി ഗാർഡ്സ് കോർ അറിയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ 60 ദിവസത്തെ ഒരു വെടിനിർത്തൽ ധാരണയൊക്കെ ഇടക്കാലത്ത് വന്നിരുന്നെങ്കിലും ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇത് 6ാം ദിവസവും തുടർച്ചയായി ഈ ആക്രമണം നടക്കുമ്പോൾ ഇനി ഈ സംഘർഷം അയയുന്നതിൻ്റെ സാധ്യതകൾ പരിമിതമാണ് എന്ന് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നു. നേരത്തെ പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ ചില ചർച്ചകളൊക്കെ നടന്നിരുന്നുവെങ്കിലും അതിനെ തുടർന്ന് 60 ദിവസത്തെ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിലും അതൊന്നും ഇപ്പോൾ ഫലവത്തായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ആക്രമണമാണ് നടക്കുന്നത്. സ്വാഭാവികമായും ഈ സിറിയയിലെ അൽതൻ സൈനിക താവളത്തിലേക്ക്, അമേരിക്കയുടെ താവളത്തിലേക്ക് ശക്തമായൊരു ആക്രമണം ഇപ്പോൾ നടത്താൻ കഴിഞ്ഞു എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അവിടുത്തെ ഈ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡിന് നേരെയാണ് അവിടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്ന് ഇറാൻ അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ജോർദാന് നേരെയും ആക്രമണങ്ങൾ നടക്കുന്നു. ജോർദാൻ ഈ ഘട്ടത്തിൽ ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകൾ പലതും തകർത്തതായി വിജയകരമായി വെടിവെച്ചിട്ടു എന്ന തരത്തിലുള്ള അറിയിപ്പുകൾ നൽകുന്നു. ഏതായാലും ഇത് തങ്ങളുടെ പ്രതികാര നടപടി എന്ന തരത്തിൽ തന്നെയാണ് ഇറാൻ ഇതിനെ കണക്കാക്കുന്നത്. ഇന്നലെ US-ൻ്റെ വ്യോമ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടന്നിരിക്കുന്നു. 8 പേരെ ഈ ഇന്നലെ നടന്ന മൊത്തത്തിലുള്ള ആക്രമണത്തിൽ 8 പേർ ജീവൻ നഷ്ടമായെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഇറാൻ ഷെഹറിലെയും ഇറാനിയൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് വിവരങ്ങൾ പുറത്തുവരുന്നു. ഇതിന് പുറകെയാണ് സിറിയയിലെ അൽതൻ ിലുള്ള ഈ US കമാൻഡിന് നേരെ ആക്രമണം നടന്നത്. ഒപ്പമാണ് മനു, ഈ ഹോർമുസിലെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം. തങ്ങൾ ഹോർമുസ് നിയന്ത്രിക്കുമെന്ന് അമേരിക്ക പറയുന്നു. പക്ഷേ ഹോർമുസ് മാത്രമല്ല, ചെങ്കടലിലും വലിയ ആധിപത്യം സ്ഥാപിക്കാൻ ഇറാൻ ശ്രമിക്കുന്ന പശ്ചാത്തലമുണ്ട്. പൂർണ്ണമായും ഹോർമുസ് ഏതാണ്ട് സ്തംഭിച്ച അവസ്ഥയാണോ ഇപ്പോൾ? ഹോർമുസിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു എന്ന വിവരങ്ങൾ ഒരു വശത്ത് വരുമ്പോൾ തന്നെ ഇന്ധനവിലയിൽ അതിൻ്റെ ഒരു പ്രതിഫലനവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2% ക്രൂഡിൻ്റെയും ബെൻഡ് ഓയിലുകളുടെയും ഒക്കെ വില ഉയർന്നിരിക്കുന്നു. അപ്പോൾ ഹോർമുസിൽ സമാധാനമില്ല. കപ്പലുകൾ നീക്കം ഇപ്പോഴും തടസ്സപ്പെട്ട് തന്നെ നിൽക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് അവിടുന്ന് പുറത്തു വരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാവികർ ഇത്തരം കപ്പലുകളിൽ ഉണ്ടാകരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഹോർമുസിൽ നിന്ന് ഒരു ആശ്വാസകരമായ വാർത്തകളല്ല വരുന്നത്. പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു, സമാധാനം അകലെ എന്ന സൂചന തന്നെയാണ് രഞ്ജിത്ത് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. തീർച്ചയായും മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാവുകയാണ്.